ഫൗലാദിയെ ഉഠാത്തി ഹും. ഫൗലാദി എന്ന് പറഞ്ഞാൽ ഈ ദൃഢമായിട്ടുള്ള, അതായത് നമുക്ക് ഇരുമ്പിന് കൊണ്ടൊക്കെ നമുക്ക് അറിയാം അല്ലേ. ഇനിയിപ്പോൾ എന്ത് കല്ലായിക്കോട്ടെ എന്ത് ഇരുമ്പായിക്കോട്ടെ, അതിനൊരു നമ്മളൊരു വീടിൻ്റെ ഒരു പിക്ചർ തന്നെ എടുത്താൽ ആ വീട് നിൽക്കുന്നത് ശക്തമായിട്ടുള്ള ആ കല്ലിലും ആ സിമെൻറ്റിലൊക്കെയാണ് അല്ലേ. ആ ഒരു അടിത്തറയിലാണ് നമ്മുടെ വീട് ദൃഢമായി നിൽക്കുന്നത്. അതേപോലെ എന്ത് ചെയ്യുന്നു, ഈ ദൃഢമായ ചുമരുകൾ, നമ്മുടെ ഈ ചുമരുകൾ അങ്ങനെ തന്നെയല്ലേ, കല്ലിലെന്തൊക്കെയല്ലേ നിൽക്കുന്നത്, ആ ഒരു ശക്തിയിലാണ്. അങ്ങനെയാക്കി മാറ്റാൻ സാധിക്കുമെന്നാണ് ഇത് കവിയുടെ ഭാവനയെ, കവിയുടെ ആ ഒരു യാഥാർത്ഥ്യത, കവിയുടെ കൽപ്പനകളൊക്കെ വെറും നീ തള്ളിക്കളയരുത്. എൻ്റെ കൽപ്പനകൾ, എൻ്റെ ഭാവനകൾ, എൻ്റെ ചിന്തകൾ എന്നൊക്കെ പറയുന്നത് എന്താണ്, അതിനൊക്കെ ഞാൻ ഒരുക്കി ഒരു ഉറച്ച ശക്തിയുള്ള ഒരു കാര്യരൂപമാക്കി മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു വലിയൊരു വീട് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് അതേപോലെ ആക്കി, അതായത് ഒരു സമൂഹത്തിലൊരു വലിയ മാറ്റങ്ങൾ, നമ്മളെ പരിവർത്തനങ്ങളൊക്കെ നടക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുക എന്ന് പറയില്ലേ, അതിനൊക്കെ നമ്മുടെ ഈ കവിയുടെയും അതേപോലെ ഈ എഴുത്തുകാരുടെയൊക്കെ തൂലികയ്ക്ക് വഴിയൊരുക്കുവാൻ സാധിക്കുമെന്നാണ് ദിനകർജി ഇതിലൂടെ വ്യക്തമാക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, സ്വാതന്ത്ര്യ സമരത്തിൽ എത്രത്തോളാണ് എഴുത്തുകാരന്മാർക്ക് ആ ഒരു സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ പങ്ക് എന്ന് അവരുടെ തൂലികയ്ക്ക്. നിങ്ങൾ നമ്മുടെ അംശി നാരായണ പിള്ളേൻ്റെ വരിക വരിക സഹചരേ എന്നുള്ള ഗാനം, ദേശഭക്തി ഗാനം കേട്ടിട്ടില്ലേ? അതെന്താണ്, ആ ഒരു ഊർജം പകരുന്നതാണ് നമ്മുടെ ആ സ്വാതന്ത്ര്യ ആ സമര സേനാനികൾക്ക് ഒരു ഊർജം പകരുന്ന ഗാനങ്ങളും. അതേപോലെ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക, പുതിയ എന്തൊരു പരിവർത്തനം ആയിക്കോട്ടെ, എന്തൊരു കണ്ടുപിടുത്തം ആയിക്കോട്ടെ, അതിന് എല്ലാറ്റിനും പുറകിൽ ഈ എഴുത്തുകാരന്മാരുടെ തൂലികയ്ക്ക് അവരുടെ ഭാവനകളാണ്, അവരുടെ ചിന്തകളാണ്. അതൊക്കെയാണ് എന്താക്കി മാറ്റിയത്, വലിയൊരു ശക്തിയായി മാറിയത് എന്നാണ്. मनु नहीं मनु पुत्र है ये सामने, जिसकी कल्पना की जीभ में भी धार होती है. बाण ही होते विचारों के नहीं, केवल സ്വപ്ന കെ ബി ഹാത്ത് മീം തൽവാർ ഹോത്തി ഹേ. അപ്പം എന്താ പറയുന്നത്, മനു നഹി മനു പുത്ര ഹേ യേ സാംനെ. നമ്മുടെ കവിയുടെ ആ രാഗിണി പറയാണ്, അല്ലയോ ചന്ദ്ര, നീ ഇപ്പോൾ കാണുന്നത് വെറും ആ മരിച്ചു പോയിട്ടുള്ള മനുക്കളെയല്ല, മനുവിനെ അല്ല കാണുന്നത്. മനു പുത്ര ഹേ, ഇത് മനുവിൻ്റെ പഴയ മനുഷ്യനായ മനുവിനെയല്ല, മനുവിൻ്റെ പുത്രനായിട്ടുള്ള ഒരു പുതിയ മനുഷ്യനെയാണ്. ജിസ്കി കൽപ്പനാക്കി ജീഭമേ ബി ദാർ ഹോത്തി ഹേ. ജീഭ് എന്ന് പറഞ്ഞാൽ എന്താണ്, നാവാണ്. കൽപ്പന എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ ഭാവനയാണ് അല്ലേ. ദാർ എന്ന് പറഞ്ഞാൽ മൂർച്ച. അപ്പം എന്താണ്, ഈ പുതിയ മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിന്തകൾ എന്ന് പറയുന്നത്, ഭാവനകൾ എന്ന് പറയുന്നത്, അതിനും നാവുണ്ട് അല്ലേ, പ്രതികരിക്കാനുള്ള ശേഷിയുണ്ട്. ആ നാവുകൾക്ക് എന്തുണ്ട്, വലിയ ശക്തിയുണ്ട്, മൂർച്ചയുണ്ട്. ബാൺ ഹി ഹോത്തെ വിചാരോं के नहीं, केवल സ്വപ്ന കെ ബി ഹാത്ത് മീം തൽവാർ ഹോത്തി ഹേ. തൽവാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, വാള് എന്നൊക്കെ പറയാം. അതായത് ഈ നാവുകൾക്ക് പ്രതികരിക്കാനുള്ള ശക്തിയുണ്ട് മാത്രമല്ല മൂർച്ചയുണ്ട്. അവൻ്റെ വിചാരങ്ങളിലുണ്ട്, അസ്ത്രങ്ങളുണ്ട്, ബാണങ്ങളുണ്ട്. ബാൺ എന്ന് പറഞ്ഞാൽ അസ്ത്രം അല്ലേ. അവൻ്റെ സ്വപ്നങ്ങളുടെ കൈകളിലാണെങ്കിലോ മൂർച്ചയേറിയ വാളുകളുമുണ്ട്. അവൻ്റെ സ്വപ്നങ്ങൾ വെറും സ്വപ്നങ്ങളല്ല, മൂർച്ചയേറിയ വാളുകളുമായിട്ടാണ് അല്ലേ. ആ ഒരു സ്വപ്നത്തിന് പോലും എന്തുണ്ട്, ഒരു ശക്തിയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കവി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളോട്, ഈ പഴയ കാര്യങ്ങളുണ്ട് അല്ലേ, ഒരുപാട് പഴയ കാര്യങ്ങളിലൊക്കെ വെട്ടിമാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ പാടെ തുടച്ചു നീക്കിക്കൊണ്ട് പുതിയ പരിവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുവാൻ ആർക്ക് ശക്തിയുണ്ട്, കവിയുടെ ആ തൂലികയ്ക്ക് ശക്തിയുണ്ട്. അല്ലെങ്കിൽ കവിയുടെ ഭാവനയ്ക്ക്, കവിയുടെ യാഥാർത്ഥ്യത്തിന് അല്ലേ, കവിയുടെ കൽപ്പനയ്ക്ക് ശക്തിയുണ്ട്. അതങ്ങനെ ആവുകയും ചെയ്യും. ഈ ഭാവനകളിലുള്ള സ്വപ്നങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്താ, ഒരു പുതുയുഗം, എങ്ങനെയാണോ ഒരു പുതുപിറവി എന്നൊക്കെ പറയില്ല, അങ്ങനെയായിരിക്കും. അതിനുള്ള ശക്തി നമ്മുടെ കവികളുടെ അല്ലെങ്കിൽ എഴുത്തുകാരന്മാരുടെ തൂലികയ്ക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഒരു പുതിയൊരു യുഗം സൃഷ്ടിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നാണ് പറയുന്നത്. ലാസ്റ്റ് പാരഗ്രാഫാണ്. എന്താണ്, സ്വർഗ കെ സമ്രാട്ട് കോ ജാകർ ഖബർ കർ ദേ, रोज ही आकाश चढ़ते जा रहे हैं ये, रोकिए जैसे बने इन सपने वालों को, സ്വർഗ की ही और बढ़ते आ रहे हैं ये. അപ്പം എന്താ പറയുന്നത്, വീണ്ടും വെല്ലുവിളിക്കുകയാണ് നമ്മുടെ ചന്ദ്രനെ. എന്താണ് വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നത്, ഹേ ചന്ദ്ര, ആ സ്വർഗം ഉണ്ടല്ലോ, ആ സ്വർഗത്തിൽ സമ്രാട്ട്, അതിനോട് നീ പോയി പറയൂ, ഞങ്ങൾ കവികൾ അതേ ഖബർ കർദേ എന്ന് പറഞ്ഞാൽ അവരോട് വിവരം പോയി പറയൂ. എന്തിന്, ഞങ്ങളുടെ സ്വപ്നങ്ങൾ രോസ് ഹി ആകാശ് ചടുത്തേ ജാ രഹേ ഹേ, ഞങ്ങൾ എന്ത് ചെയ്യണേ, ഞങ്ങൾ ഈ ഭാവനകളുമായി ഞങ്ങളുടെ സ്വപ്നങ്ങളുമായി ഞങ്ങൾ
അങ്ങോട്ട് വരികയാണ്, ഞങ്ങൾ ആകാശത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓരോ പടവും വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. രോക്കിയേ ജേസേ ബനെ ഇൻ സപ്നെ വാലേം കോ സ്വർഗ് കി ഹി ഓർ ബഡ്തേ ജാ രഹേ ഹേ. എന്താണ്? ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വെറും സ്വപ്നജീവികളായി ഞങ്ങൾ തള്ളിക്കളയുമ്പോൾ ആ സ്വപ്നജീവികളെ തടയുവാനും കരുത്തും തൻ്റെ ഇടവും നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കടന്നു വരൂ. അതാണ് രോക്കിയെ, അതൊരു വെല്ലുവിളിക്കുകയാണ് അല്ലേ. നിങ്ങൾ തടയൂ, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ തടയൂ എന്ന് പറയുകയാണ്. ഞങ്ങൾ സ്വർഗത്തിലേക്ക് ബഡ്തേ ജാ രഹേ ഹേ, ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ സർഗസമ്രാട്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സർഗസമ്രാട്ട് എന്ന് പറയുന്നത് ചന്ദ്രൻ പറഞ്ഞു, നിൻ്റെ മനുവിനേക്കാൾ നിന്നെ ജനിപ്പിച്ച, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പിതാക്കന്മാർ എന്ന് പറയുന്ന മനുക്കളേക്കാൾ മുന്നേ ഞാനിവിടെ ഉണ്ട് എന്ന് ചന്ദ്രൻ അഹങ്കാരത്തോടെ പറയുമ്പോൾ ചന്ദ്രനേക്കാൾ വലുതായി കാണുകയാണ് സർഗസാമ്രാട്ട് എന്ന് പറയുന്നത്. ആ സർഗസാമ്രാട്ടിനോടാണ് ഇവിടെ വെല്ലുവിളിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ. വെറും ഒരു കവിത എന്നതിലുപരി ഇതിനുള്ളിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു ഛായാവാദിൽ നിന്നും അദ്ദേഹം പ്രകൃതിവാദിലോട്ട് വന്നതാണല്ലേ. പ്രകൃതിവാദിന് പുരോഗമനവാദി, പരിവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കവി ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ കവിതയിൽ ചന്ദ്രൻ പരിവർത്തനങ്ങൾക്ക് വിധേയമാകുവാൻ ഒരുപാട് പേര് വിസമ്മതിക്കും അല്ലേ. പാരമ്പര്യങ്ങളുണ്ടായിരിക്കും, ഒരുപാട് പഴമക്കാർ പറയും, ഒരുപാട് ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അതിനൊക്കെ എതിരെ ഒരു മാറ്റാണ് ആഗ്രഹിക്കുന്നത് കവി, ഒരു പരിവർത്തനം വേണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ കവി. അപ്പം അതാണ് ഇവിടെ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ആർക്കും തടയാനാവില്ല എന്ന് കവി ഇവിടെ പറയുന്നുണ്ട്. കവിതയിലൂടെ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. സ്വപ്നലോകത്തിൽ അതേപോലെ തന്നെ ഭാവനാലോകത്തിൽ മാത്രം ജീവിക്കാതെ ആ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്, വെറും സ്വപ്നങ്ങൾ കണ്ടു കഴിയുക എന്നുള്ളതല്ല. നമ്മൾ അബ്ദുൽ കലാംജി നമ്മളോട് പറഞ്ഞിട്ടല്ലേ സ്വപ്നങ്ങൾ കാണുക, രാത്രി കിടന്നുറങ്ങുമ്പോഴുള്ള സ്വപ്നങ്ങളാണ്, അല്ല ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ സ്വപ്നങ്ങൾ കാണുക, യാഥാർത്ഥ്യങ്ങളാക്കാൻ ശ്രമിക്കുക അല്ലേ. അപ്പോൾ ഈ മഹത്തായ സ്വപ്നങ്ങൾ കാണുന്നവരുടെയൊക്കെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് എന്നും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ദിനകർജിയുടെ ഈ കവിതയിൽ സ്വപ്നത്തിൻ്റെ ആ ഒരു നിറവേറ്റലിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഈ യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റി, നമ്മുടെ ഈ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റിയിട്ട് ജീവിത വിജയത്തിൽ എത്തിച്ചേരുവാൻ കവി നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ. അദ്ദേഹത്തിൻ്റെ കവിതയുടെ ശക്തി എന്ന് പറയുന്നത് അപാരമാണെന്ന് കവിതയിലൂടെ കവി ഇവിടെ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഈ കവിതയുടെ തൂലികയ്ക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ട്, അതും നമുക്കറിയാം അല്ലേ. ലോകത്തിൽ എത്രയോ വലിയ മാറ്റങ്ങളൊക്കെ നടന്നെന്താണ് എഴുത്തുകാരൻ്റെ തൂലിക കാരണം തീർത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ലെങ്ത് കൂടാൻ കാരണം ഒരു കവിതയാണ്. കവിതയുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലാണ്, ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞാൽ ഇനിയും ഈ വീഡിയോയ്ക്ക് ലെങ്ത് കൂടും അല്ലേ. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കിവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ക്ലാസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് ചോദ്യങ്ങളും അതേപോലെ ഉത്തരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ മറക്കരുത് നമ്മുടെ ഹിന്ദി ഈ ഗുരു എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ധന്യവാദ് ബച്ചോം.